Good evening, all. Welcome to Chemflix. ത്രീ-ഡേ കെമിസ്ട്രി സ്റ്റഡി പ്ലാനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. March 7 മുതൽ March 9 ആഫ്റ്റർനൂൺ, അതായത് March 9 മോർണിംഗ് വരെ ഉള്ളതാണ്. അപ്പൊ നമുക്കറിയാം March 10 തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ 2025 ആഫ്റ്റർനൂൺ സെഷൻ ആണ്. അതായത് 1:30 സ്റ്റാർട്ട് ചെയ്യും. അപ് ടു 3:45 വരെയാണ് എക്സാം. അപ്പൊ നമുക്ക് അതിനകത്ത് ഈ ഒരു വർഷത്തേക്ക് 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആ 10 ചാപ്റ്റേഴ്സിനെ എങ്ങനെ നമുക്ക് ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ പഠിച്ചാലാണ് മാക്സിമം കവർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേ 1ലേക്ക് പോകാം. ഡേ 1 എന്ന് പറയുന്നത് March 7 ആണ്. March 7 നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് യു ആർ ഹാവിംഗ് ബയോളജി എക്സാമിനേഷൻ. അപ്പോൾ ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. അവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റോൾസ് ലോ, വാൻ ഹോ ഫാക്ടർ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, റോൾസ് ലോ, വാൻ ഹോ ഫാക്ടർ, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് ആ ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ എന്താണെങ്കിലും തുറന്നു നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യു ഹൗ ടു ഗോ ഫോർ ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നെയൻസ്റ്റ് ഇക്വേഷൻ എന്താണ്, കണ്ടക്ടൻസ് എന്താണ്, കോൾഡ്രേഷ്യസ് ലോ എന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നേരെ കെമിക്കൽ കൈനറ്റിക്സ്, അതായത് നമ്മുടെ ഇത് 3 ചാപ്റ്റേഴ്സ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽസ്, അല്ലെങ്കിൽ ഈ 3 ചാപ്റ്റർ ആണ് ന്യൂമറിക്കൽസ് വരിക. ഈ 3 ചാപ്റ്റേഴ്സ് നിന്നാണ് വരിക. റേറ്റ് ലോ എന്താണ്, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഡെറിവേഷൻ വേണ്ട, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തുടങ്ങിയ സംഗതികളൊക്കെ നോക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ്, പിന്നെ പ്രിന്റഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ സോൾവ് 10+ പ്രീവിയസ് ഇയർ ന്യൂമറിക്കൽസ് ഫ്രം സൊല്യൂഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ന്യൂമറിക്കൽസ്, ഇമ്പോർട്ടന്റ് ഫോർമുലാസ് റിവൈസ് ചെയ്യുക, ഫോർമുല ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ടൈമില്ല, ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഒക്കെ റിവൈസ് ചെയ്യുക. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുവിധമൊക്കെ സോൾവ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ വീഡിയോസിന്, ഇനി വരുന്ന വീഡിയോസിൽ. അതുകൊണ്ട് അതൊക്കെ ടെൻഷൻ അടിക്കണം. ഓക്കെ, ബി കാം ആൻഡ് യു ഹാവ് ടു ഡു യുവർ വർക്ക് നൗ. ഇനി നമ്മൾ ഡേ 2ലേക്ക് പോവാണ്. ഡേ 2 എന്ന് പറയുന്നത് നമ്മുടെ March 8 ഉച്ച വരെ നമുക്ക് ബാക്കി ഈ കണ്ടിന്യൂ ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യാം. March 8 ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ D&F ബ്ലോക്ക് എലമെന്റ്സും കോർഡിനേഷൻ കോമ്പൗണ്ട്സും നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ സ്കീം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് കൂടുതൽ മാർക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് കൂടുതൽ മാർക്സ് ചോദിക്കുന്നുണ്ട്, അതായത് മാർക്സ് വരുന്നുണ്ട്. അത് 7 മാർക്കാണ്. അപ്പൊ നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, വെർണേഴ്സ് തിയറി, ഹൗ ടു നെയിം ദി നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ നെയിം ഒക്കെ ഈസിയാണ്, പെട്ടെന്ന് കിട്ടുന്നതാണ്. പിന്നെ D&F ബ്ലോക്ക് എലമെന്റ്സിന്റെ ആണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ആറ്റോമിക് റേഡിയസ്, ആന്തനോയിഡ് കോൺട്രാക്ഷൻ, പിന്നെ അതിനെക്കുറിച്ച് വരുന്ന കുറച്ച് റീസൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് അന്ന് മെമ്മറൈസ് ദ ട്രെൻഡ്സ് യൂസിങ് നെമോണിക്സ്. ഇപ്പൊ നമ്മൾ ആണെങ്കിൽ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്നു, സങ്കടപ്പെട്ട്. അപ്പൊ സ്കൂൾ ടൈം എന്ന് പറയുന്നത് സ്കാൻഡിയം തുടങ്ങുന്ന 1-ലായതുകൊണ്ട് +2 കോൺഫിഗറേഷൻ വരുമ്പോൾ D1, D2, D3, D4, D5 അങ്ങനെയുള്ള കുറെ നെമോണിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, കുറച്ച് ട്രിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. പിന്നെ കളർ ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രെൻഡ്സ് ഇൻ ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ നോക്കുക. ഒരു 5 PYQs കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നും D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നൊക്കെ നോക്കുക. അപ്പൊ ഡേ 8 ഏകദേശം ആകും. അപ്പൊ ഡേ 8 നമ്മൾ മാക്സിമം 8ൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുക. അതായത് ഡേറ്റ് 8 തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പോവുക. ഓക്കെ, മാക്സിമം അന്ന് തന്നെ തീർക്കുക. ഇനി ഡേ 3ല്, അതായത് നമ്മുടെ 9-ാം തീയതി എന്ത് ചെയ്യാൻ നോക്കാം. 9-ാം തീയതി ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ 9-ാം തീയതി യു ഹാവ് ടു ഫോക്കസ് ഓൺ ഓർഗാനിക് കെമിസ്ട്രി. അവിടെ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട് മെയിനായിട്ടും. അവിടെ ബയോമോളിക്യൂൾസിന് നമുക്കൊരു ഏറ്റവും കുറഞ്ഞ നേരം വെച്ച് കഴിഞ്ഞാൽ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അലീൻസ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ പോയിക്കണം.
you have to cover through all these topics. Reactions, കുറച്ച് reactions ഉണ്ട്, ഒരു 11 nucleophilic substitution reactions ഉണ്ട്, അത് പഠിച്ച കൺവേർഷൻ ഏകദേശം പോകും. പിന്നെ ഒരു SN1 and SN2 മെക്കാനിസം, അതിന്റെ ഡിഫറൻസ്, പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സിനകത്ത് അസിഡിക് നേച്ചർ ഓഫ് ഫിനോൾ, വില്യംസൺസ് ഈതർ സിന്തസിസ്, പിന്നെ ആൽഡിഹൈഡ്സ് കീറ്റോൺസിനാണെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷൻ, കാൻഡിസാരോ റിയാക്ഷൻ, ഐഡോഫോം ടെസ്റ്റ് തുടങ്ങിയ സംഭവങ്ങൾ. ആൽഡിഹൈഡ്സ് കീറ്റോൺസിനകത്ത് 7 മാർക്കാണ് ചോദ്യം വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഓൾ ദി നെയിംഡ് റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. റോസൻമൺസ് റിഡക്ഷൻ, എറ്റാർഡ്സ് റിയാക്ഷൻ, കറ്റർമാൻ കോച്ച് റിയാക്ഷൻ, അതൊക്കെ നോക്കൂ കേട്ടോ. ഓക്കെ, അമീൻസിനകത്ത് ബേസിസിറ്റി ഒരു പാസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് ബേസിസിറ്റി. ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടും. പിന്നെ ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, പിന്നെ നമ്മുടെ കാർബൈലമീൻ റിയാക്ഷൻ, പിന്നെ ഹിൻസ്ബർഗ് റിയാക്ഷൻ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നോക്കി പോവാ. ഇത് ഞായറാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിനകത്ത് ടാസ്ക് വരുമ്പോൾ റിയാക്ഷൻ മെക്കാനിസം പോവുക, 5 കൺവേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പിന്നെ നെയിം റിയാക്ഷൻസ് ഒക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒന്ന് കാണും. നെയിംഡ് റിയാക്ഷനും അതിന്റെ മെക്കാനിസവും ഒക്കെ അത് വീണ്ടും നമ്മൾ എഴുതുക. നെയിംഡ് റിയാക്ഷൻസ് നമ്മൾ അതിന്റെ മെക്കാനിസം നമുക്ക് വേണ്ട, നെയിംഡ് റിയാക്ഷൻ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എഴുതി പോവുക. റോസൻമൺസ് റിഡക്ഷൻ എന്താണ്, അല്ലെങ്കിൽ HVZ റിയാക്ഷൻ അത് എന്താണ് എന്നുള്ളതൊന്ന് എഴുതി പോവാം കേട്ടോ. അപ്പൊ ഒരു PYQ, ഒരു ഓർഗാനിക് സെക്ഷന്റെ ഫുള്ളുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് പോവാം. ഇനി നമുക്ക് ഡേ 4 മോർണിംഗിൽ കുറച്ച് ഏരിയ കിട്ടും. അതായത് 10-ാം തീയതി രാവിലെ നമുക്ക് കുറച്ച് ടൈം കിട്ടും. കാരണം ഒന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണല്ലോ എക്സാം തുടങ്ങുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, കുറെ പേർക്കെങ്കിലും രാവിലെ 10-ാം തീയതി രാവിലെ കുറച്ച് ടൈം കിട്ടുവാണെങ്കിൽ ആ ടൈമിൽ ബാക്കി പോകുന്നത് ബയോമോളിക്യൂൾസിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയ ആണ് അതും. പിന്നെയുള്ളത് ഇപ്പൊ ന്യൂമറിക്കൽസ് ആണെങ്കിലും നേരത്തെ കഴിഞ്ഞ ഡേയ്സിൽ നമ്മൾ ചെയ്ത ന്യൂമറിക്കൽസ് ഉണ്ടല്ലോ. അത് ന്യൂമറിക്കൽ, അതായത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഡെൽറ്റ TF എന്താണ്, ഡെൽറ്റ TB വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ, വൺ ഹോ ഫാക്ടർ I എന്താണ്, ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ്, ഈക്വൽ ടു 1 എപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചല്ലോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തിട്ട് ശാന്തമായിട്ട് എക്സാമിന് പോവാം. ഓക്കെ, സോ ഇതൊക്കെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സം വർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാസ്റ്റ് സൊല്യൂഷൻസ് തുടങ്ങുവാണ്. അപ്പൊ സൊല്യൂഷൻസിനകത്തുള്ള മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഏരിയാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും റോൾസ് ലോയും ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസിൽ നിന്ന് എന്തൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് റൗൾസ് ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അതിൽ നിന്ന് നമുക്ക് തന്നെ റൗൾസ് ലോ, അതായത് സൊല്യൂഷൻസ് വെച്ച് ഒബേ റൗൾസ് ലോ എന്നാണ് ഐഡിയൽ സൊല്യൂഷൻ, സൊല്യൂഷൻ വെച്ച് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നറിയാം. അതിനെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതും. അങ്ങനെ റൗൾസ് ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു 20% ഉണ്ടാവും. അതും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ. സോ റൗൾസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ എന്താണെന്നും ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ളത്, പിന്നെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. എക്സാമ്പിൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അടുത്ത രണ്ടാമത്തെ ഏരിയ വരുന്നതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനകത്ത് നമുക്കറിയാം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിൽ എനിക്ക് തോന്നുന്നു ഓസ്മോട്ടിക് പ്രഷർ യു ഹാവ് ടു ഗീവ് എ കോൺസെൻട്രേഷൻ. ഓസ്മോട്ടിക് പ്രഷറിൽ കുറച്ച് കൂടുതലായിട്ട് പഠിക്കാം. നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദാറ്റ് ഏരിയ. അതുപോലെ തന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ നിന്നും നമുക്ക് ഡെൽറ്റ TB കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലൂടെ പ്രതീക്ഷിക്കാം. പിന്നെ അവിടെ നിന്ന് തന്നെ വരുന്നതാണ് 4th പോയിന്റ്, വാൻ ഹോ ഫാക്ടർ എന്നുള്ളത്. വാൻ ഹോ ഫാക്ടർ I എന്താണ്, I എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1, I എപ്പോഴാണ് ഈക്വൽ ടു 1, I എപ്പോഴാണ് ലെസ് ദാൻ 1 എന്നുള്ള ഏരിയ. പിന്നെ മൊളാരിറ്റി എന്താണ്, മൊളാലിറ്റി എന്താണ്. പിന്നെ നമുക്ക് ഹെൻറീസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസും അതും വരുന്നുണ്ട്. അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് അത്രയും കാര്യങ്ങളൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ, വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റൈറ്റ് എനി 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. What is reverse osmosis? Mention one important practical utility of reverse osmosis. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നാണ്. So these are the properties depend on the number of solute particles. Number of solute particlesനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. They are not depending on the nature. ആ സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര നമ്പർ ഉണ്ടെന്ന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ നമ്പർ കൂടുവാണെങ്കിൽ
ഓസ്മോട്ടിക് പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസും കൂടും. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ കൂടുമ്പോൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി കൂടും, കുറയുമ്പോൾ qualitative property കുറയും. That is, the properties which depend on the number of solute particles are called qualitative properties. Clear അല്ലേ? അടുത്ത നോക്കിക്കേ, റൈറ്റ് എനി 2 qualitative properties. നമുക്കറിയാം 4 qualitative പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. വേപ്പർ പ്രഷർ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ തെറ്റാ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിന്റെ ഉന്നതി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് പറയും, ഫ്രീസിംഗ് പോയിന്റിന് വീണ്ടും താഴ്ച. ഓക്കെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. 4 ശരിക്കും ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും 2 എഴുതുക. മൂന്നാമത്തെ ചോദ്യം, what is reverse osmosis? Mention one important practical utility of reverse osmosis. അപ്പം if a pressure larger than osmotic പ്രഷറിനെക്കാളും കൂടിയ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം to the solution side അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ the direction of osmosis gets reversed. And this phenomenon is called reverse osmosis. ഓസ്മോസിന്റെ ഫിനോമിനൻ റിവേഴ്സ് ചെയ്യുന്നു. എപ്പോഴ്? ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടിയ പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ. If a pressure larger than the osmotic pressure is applied to the solution side, the direction of osmosis gets reversed, and this phenomenon is called reverse osmosis. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്, അതിന്റെ കൂടെ മെൻഷൻ വൺ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഏതാ? യൂസ്ഡ് ഇൻ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. നോക്കിക്കേ, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ക്രെഡിറ്റ് ചെയ്യത്തില്ല. ആ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. സോ അതും യു ഹാവ് ടു ആൻസർ കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 qualitative properties. Which qualitative property measurement is best method for determining the molecular mass of proteins? So, qualitative property എന്താണ്? The properties which depend upon the number of solute particles. Number of solute particles-നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് qualitative പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ മെൻഷൻ 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് 4 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ടാമത്തേത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, മൂന്നാമത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. 4 എഴുതി. അടുത്ത വിച്ച് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ മോളിക്കുലാർ മാസ് ഓഫ് പ്രോട്ടീൻ. മോളിക്കുലാർ മാസ് ഓഫ് പ്രോട്ടീന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു CRT അല്ലെ. പൈ ഈസ് ഈക്വൽ ടു CRT. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പോളിമർ ആണ്. അപ്പോൾ പോളിമറിന്റെ മോളിക്കുലർ മാസിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓക്കെ, വേറൊരു ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. What are qualitative properties? The boiling point of benzene is 353.23 Kelvin. When 1.80 gram of a non-volatile solute is dissolved in 90 gram of benzene, the boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Kb for benzene is 2.53 Kelvin kilogram per mole. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ബേസിക്കലി ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ സൊല്യൂഷൻസും കെമിക്കൽ കൈനറ്റിക്സും ഇലക്ട്രോ കെമിസ്ട്രി. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരിക. സോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് യു ഹാവ് ടു വർക്ക് ഔട്ട് ഫ്രം ദീസ് 3 ചാപ്റ്റേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അതിനകത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് കുറേ ന്യൂമറിക്കൽസ് പ്രീവിയസ്ലി ആസ്റ്റുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, വാട്ട് ആർ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്? ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിരിക്കുന്ന ഇക്വേഷൻ ΔTB = KB × M എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്.
ഓക്കെ, അപ്പൊ ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. കെ ബി തന്നിട്ടുണ്ട് 2.53 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. കെ ബി ഓഫ് ബെൻസീൻ ആണ് തന്നിരിക്കുന്നത് 2.53 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട് 353.23. എന്നിട്ട് പറഞ്ഞിരിക്കുവാണ് വെൻ 1.80 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, ഏത് സൊല്യൂട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ, 1.80 ഗ്രാം ആഡ് ചെയ്തപ്പോഴേക്കും ബോയിലിംഗ് പോയിന്റ് ഈസ് റേസ്ഡ് ടു 354.11. ബോയിലിംഗ് പോയിന്റ് കൂടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഡെൽറ്റ ടി ബിന്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. 354.11 മൈനസ് 353.23 കെൽവിൻ എന്ന് പറയുന്നത് 0.88 കെൽവിൻ ആണെന്ന് കിട്ടി. നമുക്ക് ഇവിടെ ഡെൽറ്റ ടി ബിയും കിട്ടി, കെ ബിയും കിട്ടി. ഇനി നമുക്ക് എം കണ്ടുപിടിക്കണം. എം എന്താ? മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. മൊളാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാ? നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പം മാസ് ഇൻ ഗ്രാം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ താഴെ എന്താ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അത് അതേപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്കിവിടെ മാസ് ഇൻ ഗ്രാം ഓഫ് സൊല്യൂട്ട് തന്നിരിക്കുന്നത് എത്രയാണ്? 1.80 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. സോ മാസ് ഇൻ ഗ്രാം ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 1.80 ഗ്രാം ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ തന്നിരിക്കുന്ന 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്, നമുക്ക് ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ഇല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ 90 ഗ്രാം ബെൻസീൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 1000 ചെയ്തു. അപ്പൊ 90/1000. ക്ലിയർ അല്ലേ? ഇനി ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡെൽറ്റ ടി ബിന്റെ വാല്യൂ 0.88 കെൽവിൻ ആണ് കിട്ടിയിട്ടുണ്ട്. കെ ബി 2.53 തന്നിട്ടുണ്ട്. ഈ എമ്മിന്റെ വാല്യൂ നമ്മൾ 1.80 ഡിവൈഡഡ് ബൈ എന്താ നമ്മുടെ എം ബി, മാസ് ഇൻ ഗ്രാം 1.80, മോളാർ മാസ് എം ബി, അതായത് സൊല്യൂട്ടിനെ അതേപോലെ തന്നെ എഴുതി. ഇനി 1 കിലോഗ്രാം സോൾവെന്റ് ഡിനോമിനേറ്റർ ആയിരുന്നു, അത് ന്യൂമറേറ്ററിലേക്ക് ഒരു റെസിപ്രോക്കൽ എടുക്കും. 90/1000നെ 1000/90 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ എം ബി എവിടെയുള്ളത്? ഡിനോമിനേറ്ററിനാണ് ഉള്ളത്. ഈ ഡിനോമിനേറ്ററിന് നമുക്ക് എം ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എം ബി ഈസ് ഈക്വൽ ടു 2.53 ഇൻറ്റു 1.80 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.88 താഴത്തേക്ക് വന്നു ഇൻറ്റു 90. കണ്ടോ, ഇതാണ് എം ബി. നമുക്കിവിടെ തന്നിരിക്കുന്ന മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 57.5 ഗ്രാം പെർ മോൾ. നമ്മൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടഫ് ആണെന്ന്, പക്ഷെ ഒന്നുമില്ല. സംഗതി നമുക്കിവിടെ നമ്മൾക്ക് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ഡെൽറ്റ ടി ബി, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എമ്മും, വേർ കെ ബി ഈസ് ദി എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ആൻഡ് എലിവേഷൻ ഇൻ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, വേർ കെ എഫ് ഈസ് ദി ഡിപ്രഷൻ കോൺസ്റ്റന്റും ആണ് തന്നിരിക്കുന്നത്. സെയിം ഇക്വേഷൻസ് ആണ്. അത് രണ്ടും നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെയുള്ള ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി വെച്ചിട്ടാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് അടുത്ത് ചെയ്യാനുള്ളത്. അതെന്ന് പറയുന്നത് എന്താ? പി നോട്ട് ഡിവൈഡഡ് മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി എ ഈസ് ഈക്വൽ ടു ഐ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്.